നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. കൂടരഞ്ഞിയിൽ അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളിൽ മിന്നൽ പരിശോധന. മുക്കം ബൈപ്പാസിൽ ബസിൻ്റെ ടയറിൽ തട്ടിത്തെറിച്ച കല്ല് വീണ് വ്യാപാരിക്ക് പരിക്ക്. താമരശ്ശേരിയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ഗുരുതര പരിക്ക്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സംവരണ വാർഡുകൾ നറുക്കെടുപ്പ് ഒക്ടോബർ 13 മുതൽ 21 വരെ നടക്കും. വാർത്തകൾ വിശദമായി. കൂടരഞ്ഞിയിൽ അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് എൻഫോഴ്സ്മെൻറ്റ് ടീമിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പും പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ മിന്നൽ റെയ്ഡിൽ വ്യാപകമായ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും മാരകമായ ലഹരി വസ്തുക്കളും പിടികൂടി. കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കാത്ത വിവിധ കെട്ടിടങ്ങൾക്ക് 1 ലക്ഷത്തിലധികം രൂപ ഫൈൻ ചുമത്തി. അനധികൃത നിർമ്മാണത്തിന് നോട്ടീസും നൽകിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, ആരോഗ്യ വകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവൻ സി, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജാവിദ് ഹുസൈൻ, പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ, ബെന്നി, തിരുവമ്പാടി പോലീസ്, താമരശ്ശേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി NK, JHIമാരായ ആദിഷ്, റിതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അറിയിച്ചു. മുക്കം ബൈപ്പാസിലൂടെ പോയ ബസിൻ്റെ ടയറിൽ തട്ടി ഉയർന്നു പൊങ്ങിയ കല്ല് റോഡരികിലെ കടയിലെ ജീവനക്കാരൻ്റെ തലയ്ക്ക് പിന്നിൽ പതിച്ച് മുറിവേറ്റു. റോഡിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാർ കുഴിച്ച കുഴി കൃത്യമായി മൂടാതിരുന്നതാണ് അപകടത്തിന് കാരണമെന്ന് വ്യാപാരികൾ ആരോപിച്ചു. കണ്ണട ഷോപ്പിലെ ജീവനക്കാരനായ കുനിയിൽ സ്വദേശി അർഷാദിനാണ് ചെവിക്ക് പിറകിലായി മുറിവേറ്റത്. ബസ് കാത്തുനിന്ന മറ്റൊരാൾക്ക് നേരെയും കല്ല് തെറിച്ചെങ്കിലും ഇയാൾ ഭാഗ്യം കൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 അപകടമുണ്ടായത്. കോഴിക്കോട് മുക്കം റൂട്ടിൽ സർവീസ് നടത്തുന്ന തയ്യൽ ബസ് കുടിവെള്ള പൈപ്പ് ലൈനിന് വേണ്ടി റോഡിൽ കുഴിയെടുത്ത ഭാഗത്തുകൂടിയാണ് പോയത്. ഈ സമയത്ത് റോഡിൽ ഇളകി നിന്നിരുന്ന കല്ലിൽ ടയർ കയറി. ടയർ കറങ്ങിയ ശക്തിയിൽ കല്ല് പുറത്തേക്ക് തെറിച്ചുപോയി. ഇതാണ് പിന്നീട് അർഷാദിൻ്റെ ശരീരത്തിൽ പതിച്ചത്. മുറിവ് സാരമുള്ളതല്ലെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിച്ച അപകടത്തിൽ യുവാവും നാട്ടുകാരും ഞെട്ടി. കുഴി കൃത്യമായി മൂടി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാതിരുന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് ആരോപണം. പൈപ്പ് ലൈൻ സ്ഥാപിച്ച ദിവസം മുതൽ റോഡിലെ കല്ലുകൾ അപകടമുണ്ടാക്കുമെന്ന് വ്യാപാരികൾ പരാതി പറഞ്ഞിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. ഇവിടെ ഇതിനു മുൻപും 4-ലധികം തവണ സമീപത്തെ കടകളിലേക്ക് കല്ല് തെറിച്ചതായും പരാതിയുണ്ട്. മുക്കം താമരശ്ശേരി റോഡിലെ അമ്പലമുക്കിൽ ബൈക്കിൽ ഓട്ടോ ടാക്സി ഇടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. താമരശ്ശേരി കോരങ്ങാട് താമസിക്കുന്ന അമ്പായത്തോട് മജീദിനാണ് പരിക്ക് പറ്റിയത്. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 8:30 അപകടം. മുക്കം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കിൽ പ്രധാന റോഡിൽ നിന്നും പോക്കറ്റ് റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന ഓട്ടോ ടാക്സിയാണ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോയുടെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഒക്ടോബർ 13 മുതൽ 21 വരെ നിശ്ചിത തീയതികളിൽ നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ത്രിതല പഞ്ചായത്തുകളുടെ വാർഡ് സംവരണം നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കാൻ അധികാരപ്പെടുത്തിയിട്ടുള്ളത് ജില്ലാ കളക്ടർമാരെയാണ്. ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡ് സംവരണത്തിലുള്ള നറുക്കെടുപ്പ് ഒക്ടോബർ 13 മുതൽ 16 വരെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടേത് ഒക്ടോബർ 18-നും ജില്ലാ പഞ്ചായത്തിലേത് ഒക്ടോബർ 21-നും നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നറുക്കെടുപ്പ് തീയതിയും സ്ഥലവും നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം കമ്മീഷൻ ഉടൻ പ്രസിദ്ധീകരിക്കും. പോളിംഗ് സ്റ്റേഷനുകളുടെ പുനഃക്രമീകരണം, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം, വാർഡ് സംവരണം, വോട്ടർ പട്ടിക പുതുക്കൽ തുടങ്ങിയ എല്ലാ നടപടികളും സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടിക വീണ്ടും പുതുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടിക പുതുക്കലിൻ്റെ സമയക്രമം പിന്നീട് അറിയിക്കും. വരണാധികാരികളെയും ഉപവരണാധികാരികളെയും നിയമിച്ചുകൊണ്ട് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.